ഉണ്ടോ കയ്യിൽ? ഇത് നമുക്ക് അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? വെറുതെ പറയാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടേസ്റ്റും അല്ല, അതിനേക്കാൾ പഞ്ഞി പോലെയാണ്. നമുക്ക് വായിലിട്ട എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് കഴിച്ചു തീർക്കാം, അലിഞ്ഞു പോകാന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിക്കുള്ള കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. തൈരാണ് ഒഴിച്ചത് നമുക്ക് തോന്നത്തേ ഇല്ല. ഞാൻ ഈ തൈര് വെച്ചെന്നൊക്കെ കേട്ടപ്പോൾ ഞാനത് വിചാരിച്ചു ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. എന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ തൈര് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കപ്പിലാണോ തൈരൊക്കെ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ബാക്കി സാധനങ്ങൾ അളക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 1 കപ്പ് അളവ് തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിൽ, നമ്മുടെ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ തവി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ച് അതൊന്ന് ചെറുതായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് കേട്ടോ. റവ എന്ന് പറയുമ്പോൾ നമ്മൾ 1.5 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ട് ചേർക്കേണ്ട, കുറച്ച് കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ 1 കപ്പ് ചേർത്ത ശേഷം അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കി 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിതൊരു 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ടേസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ, ഇപ്പോൾ ഡ്രോപ്സിൻ്റെ ആണ് പറയുന്നത്, ഒരു 5 തുള്ളി വാനില എസൻസ് നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലായി വരും. നല്ല ലൂസല്ല എന്നാൽ കട്ടിയല്ല, അങ്ങനെ ഒരു പരുവത്തിലെത്താം. എന്നാൽ നല്ല കട്ടിയായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ലൂസായി കിട്ടും. എന്നിട്ട് നമ്മൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനാണ്. പക്ഷേ അത് ഇടയിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇത് പല കളറുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ആ കേക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ എനിക്കിവിടെ ഈ യെല്ലോ കളറാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാനത് ചേർത്ത്. അതിന് വേണ്ടി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ട്യൂട്ടി ഫ്രൂട്ടിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ആ മാവിലും ആ ബാറ്ററിൽ നല്ലപോലെ ഒന്ന് ആവുന്ന പാകത്തിൽ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ ഈ തവി എടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പിന്നെ കോരി ഒഴിക്കുന്ന സമയത്ത് ആ ഒരു എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ തവി എടുത്തത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാത്രത്തിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മളൊരു പഴയ പാൻ എന്തെങ്കിലും അടുപ്പത്തിച്ച് നല്ലപോലെ ചൂടാക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു ഇഡ്ഡലിത്തട്ട് ഉണ്ടാവില്ല, ഇഡ്ഡലി തട്ട്, അത് നമുക്കതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാകാൻ വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ, നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ വെള്ളം കുടിക്കുന്ന കപ്പില്ലേ, ആ കപ്പിനകത്താട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ അടുത്ത് ഈ കപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ ഉണ്ടാക്കിയെടുക്കാം, സ്റ്റീലിൻ്റെ ബൗളിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ ബൗളിലേക്ക് നമ്മൾ ഓരോ സ്പൂൺ വെച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് ആണെങ്കിലും പാത്രമാണെങ്കിലും എന്താച്ചാൽ എടുക്കുന്നത് വെച്ചാൽ അതിന് പകുതിക്ക് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഈ ബാറ്റർ ആയി വരുന്ന സമയത്ത് ഈ കേക്ക് പൊങ്ങി വരും, അപ്പോൾ വെളിയിൽ പോകാൻ ചാൻസ്, അതുകൊണ്ടാണ് കേട്ടോ പകുതിക്ക് വെച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി എൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടെടുക്കാം കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതാ ഇഡ്ഡലി തട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30-35 നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഒരു 35 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്, നമ്മുടെ കേക്കൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കളറായിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടേക്ക് ഇതിലും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇനി നമുക്കിതൊരു ടൂത്ത് പിക്കോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മളെ ഈർക്കിലൊന്നും ഒന്നും ആയിട്ടില്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ആയിട്ടുണ്ട് കേട്ടോ അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് എടുത്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കേ. അപ്പോൾ ഇത് തണുത്ത ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കപ്പിൽ നിന്നൊക്കെ നല്ലപോലെ തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കപ്പിൽ ഒട്ടി പിടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. തണുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ വിട്ട് വന്നോളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. നമ്മളിത് കയ്യിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ കയ്യിലേക്ക് അങ്ങനെ വരും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ റവ വെച്ചിട്ടുള്ള കേക്ക്. ഇത് നമ്മൾ തൈര് വെച്ചിട്ട് ഉണ്ടാക്കിയത് നമുക്ക് കഴിക്കുമ്പോൾ തോന്നത്ത് പോലുമില്ല. കാരണം നോർമലി നമ്മുടെ തൈര് പറയുമ്പോൾ ഒരു ചെറിയ പുളിയൊക്കെയാണല്ലോ, പക്ഷേ ഇതിൽ തൈര് വെച്ചിട്ടുണ്ട് നമുക്ക് തോന്നുകയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ തൈര് ഒഴിച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഈ കേക്ക്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ ടാറ്റാ.